ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കട്ടിംഗ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സ്ലീവിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഫ്രഞ്ച് നോട്ട് ഉപയോഗിച്ചിട്ടുള്ള വർക്കും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോളർ ജെൻസിൻ്റെ ഷർട്ടിൻ്റെ കോളറാണ് കൊടുത്തത്. അതേപോലെ ചെറുതായിട്ട് ഒരു ഓപ്പൺ കൊടുത്ത് ബാക്കി ഫുള്ളായിട്ട് ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ജോയിൻ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരറ്റത്തൂടെ മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാണുമ്പോൾ നമുക്കത് ഓപ്പൺ ഉള്ളത് പോലെ തന്നെ തോന്നിക്കും. പിന്നെ അടിവശത്തും ചെറിയൊരു ഓപ്പൺ കൊടുത്തു. അതേപോലെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് ഈ ഒരു കട്ടിങ് ചെയ്തത്. അതിൻ്റെ അടിവശത്ത് ചെറുതായിട്ട് ബാക്കിലും ഫ്രണ്ടിലും റൗണ്ട് ചെയ്തിട്ടാണ് അടിവശം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 2.25 മീറ്റർ ജെൻറ്റിൽമാനിൽ വരുന്ന തുണിയാണ്. ഇതിന് മീറ്ററിന് 150 രൂപയാണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല തടിയുള്ള മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ ലൈനിങ്ങും കൊടുക്കുന്നില്ല. ഈ തുണി ഡബിൾ താവ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വലിയ സൈസാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2.25 മീറ്റർ വാങ്ങിച്ചത്. നമുക്ക് നോർമൽ സൈസൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടെങ്കിൽ 2 മീറ്റർ വാങ്ങിച്ചാലും മതി. അപ്പോൾ നമ്മളെ മെറ്റീരിയൽ ഞാനിവിടെ 4ആയി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 48 ബാക്കിലും 44 ഫ്രണ്ടിലുമാണ് ഇറക്കാൻ ആവശ്യമുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെയാണ് ഞാൻ മടക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ മെറ്റീരിയലിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്തുനിന്ന് 4ആയി മടക്കി ബാക്കി വരുന്ന ഭാഗം നമുക്ക് സ്ലീവിന് കട്ട് ചെയ്തെടുക്കാനില്ലാണ്. അപ്പോൾ നമ്മൾ അളവിനനുസരിച്ചുള്ള ആം ഹോളും ഷേപ്പും ഒക്കെ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ ആവശ്യമുള്ളതും കൂടി കൂട്ടിയെടുത്ത് പിന്നെ അതിലും കൂടി കുറച്ചും കൂടി ഞാൻ മെറ്റീരിയൽ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ അടിവശത്ത് നമുക്കൊന്ന് ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ റൗണ്ടിന് വേണ്ടി ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി ഇത് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ബാക്ക് മാറ്റി വെച്ചതിന് ശേഷമാണ് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അടിവശത്തുനിന്ന് നമുക്ക് എക്സ്ട്രാ മെറ്റീരിയൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടും ബാക്കും ഇതുപോലെ 4 ഇഞ്ച് ഇറക്കി കൊടുത്ത് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും കറക്റ്റ് അതേപോലെ തന്നെ ഒന്ന് റൗണ്ടിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ബാക്കിൻ്റെ അളവിൽ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് ഉള്ളിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷമാണ് ഫ്രണ്ടിൻ്റെ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തോടെ 4 ഇഞ്ച് ഇറക്കം കുറച്ചിട്ട് ആ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഫ്രണ്ട് ഓപ്പൺ ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ ഭാഗത്തോട് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് നമ്മൾ 3 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പീസ് ഞാനിവിടെ 10 ഇഞ്ച് ഇറക്കത്തിൽ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റ് അളവിൽ തന്നെ എടുത്താൽ മതി. സെൻറ്റർ ഭാഗത്ത് കൊടുക്കുന്ന പീസാണ് നമ്മൾ കുറച്ച് ലെങ്ത്തിൽ എടുക്കുന്നത്. നമുക്ക് എത്ര ഫ്രില്ലിടാൻ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെയും ലെങ്ത്ത് ഞാൻ 10 ഇഞ്ച് 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി 11 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മൂന്നാമത്തെ പീസ് അത് 2 ഇഞ്ച് വീതിയിലാണ് എടുത്തത്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ അറ്റത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് സ്ലീവിന് 22 ഇഞ്ച് ലെങ്ത്താണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബട്ടൺസിൻ്റെ ഭാഗത്ത് കൊടുക്കേണ്ട ആ ഒരു 2 സൈഡിലേക്ക് വേണ്ടിയുള്ള ജോയിൻറ്റ് പീസും കൂടി കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഈ ഒരു വീതിയിൽ 3.5 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ സ്റ്റിച്ചിങ് നമ്മൾ ഫസ്റ്റിൽ ഈ ഒരു ബട്ടൺസ് പീസിൻ്റെ 2 സൈഡിലേക്ക് എക്സ്ട്രാ എടുത്ത ആ ഒരു പീസാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ ആ ഒരു മടക്ക് ഭാഗം നമ്മൾ എക്സ്ട്രാ എടുത്ത പീസ് പുറമേക്ക് വരുന്ന രീതിയിലാണ് 2 സൈഡിലും കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഓപ്പൺ കൊടുത്ത് ബാക്കി ജോയിൻ്റ് ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് ഈ ഒരു അറ്റത്തൂടെ മാത്രമാണ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത പോലെ തോന്നില്ല, ഓപ്പൺ ഇല്ലതുപോലെ തന്നെ കാണിക്കും. പിന്നെ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സ്ലീവാണ് ജോയിൻ്റ് ചെയ്തെടുക്കേണ്ടത്.
സ്ലീവ് നമുക്കിവിടെ 3 പീസായിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ അത് ആദ്യം നമുക്ക് സ്ലീവിൻ്റെ ജോയിൻ്റൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പീസ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ രണ്ടിനെയും സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെൻറ്ററിലെ പീസാണ് ഫ്രില്ല് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീതി ഞാൻ എടുത്തിട്ടുള്ളത് 28 ഇഞ്ചാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലും ഞാൻ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും നമുക്ക് ഫ്രില്ല് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രില്ല് കൊടുക്കേണ്ട ആ ഒരു പീസ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് നമുക്ക് എക്സ്ട്രാ എത്ര എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് സെൻറ്ററിലായിട്ട് നമുക്ക് ചെറുതായിട്ട് ഫ്രില്ലിട്ട് കൊടുത്താൽ മതി. രണ്ട് സൈഡിലും ഒരേ രീതിയിലാണ് ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അറ്റത്ത് കൊടുക്കുന്ന പീസ് ഞാൻ ഒരു ഏകദേശം നമ്മളെ അളവിനനുസരിച്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 2 ഇഞ്ചാണ്. അപ്പോൾ മെറ്റീരിയൽ ഇതിവിടെ ഞാൻ 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ക്യാൻവാസ് കൊടുക്കുന്നുണ്ട് അറ്റത്ത്. അപ്പോൾ അതിന് ഞാൻ 2 ഇഞ്ച് വീതിയിലാണ് കറക്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എക്സ്ട്രാ 1 ഇഞ്ച് കൂട്ടിയെടുത്താണ് 3 ഇഞ്ച്. അപ്പോൾ ഇതിൻ്റെയും സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇതുപോലെ ഫ്രില്ല് കൊടുക്കേണ്ടത്. അപ്പോൾ സെൻറ്ററിൽ വരുന്ന പീസിലാണല്ലോ വർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വർക്കും കൂടി ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെൻറ്റർ പീസിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് വർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ സെൻറ്ററിലായിട്ട് ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള ഫ്രെയിമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതിന് എങ്ങനെയുള്ള ഫ്രെയിമാണോ ഉള്ളത് അതിനനുസരിച്ച് കൊടുക്കാം. നമുക്ക് ചെറുതാണില്ലെങ്കിൽ ഓരോ ഫ്ലവർ കണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ഫ്ലവറും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫ്രെയിം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത ഭാഗത്തിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഒരു ഡിസൈൻ കൊടുക്കുന്നത്. പിന്നെ നമുക്കതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഈ ഓരോ ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങനെ ഒന്ന് വരച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇത് റെഡിമെയ്ഡിനൊക്കെ മെഷീൻ എംബ്രോയ്ഡറിയാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഹാൻഡ് എംബ്രോയ്ഡറി ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് ലീഫ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ആങ്കർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലീഫിന് വേണ്ടി ഡബിൾ കളറായിട്ടുള്ള ഗ്രീനും വൈറ്റും വരുന്നതും പിന്നെ പിങ്കിൽ ഡാർക്കും ലൈറ്റും അതേപോലെ ക്രീം കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള നോർമൽ നീഡിലാണ് എടുത്തിട്ടുള്ളത്. ത്രെഡ് ഞാൻ 6 സ്റ്റാൻസിൽ തന്നെ 2 ലൈനായിട്ടാണ് എടുക്കുന്നത്. 3 കളറും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇടുമ്പോൾ അടിവശത്തു നിന്ന് ത്രെഡ് മുകളിലേക്ക് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് 2 ചുറ്റി അടിവശത്തേക്കൊന്ന് അധികം ടൈറ്റും അധികം ലൂസും ആക്കാതെ ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ മാക്സിമം നന്നായിട്ട് അടുപ്പിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാനൊരു കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കളർ മാറ്റി മാറ്റി കൊടുത്താൽ മതി. അടുത്തത് ഞാനിവിടെ ഡാർക്ക് പിങ്കാണ് എടുത്തത്. അപ്പോൾ നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് ത്രെഡൊക്കെ എടുക്കുന്നത്. 6 സ്റ്റാൻസിൽ 2 ലൈനായിട്ട്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്രഞ്ച് നോട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ത്രെഡ് മുകളിലേക്ക് എടുത്ത് നമ്മൾ ഇടത് കൈ കൊണ്ട് ത്രെഡ് പിടിച്ചതിന് ശേഷം നീഡിൽ 2 ചുറ്റി ത്രെഡ് ചുറ്റിക്കൊടുത്ത് അതിൻ്റെ നമ്മൾ മുകളിലേക്ക് എടുത്തതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് താഴോട്ടേക്ക് നീഡിൽ ഇറക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് ത്രെഡ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ഭാഗത്തും ഓരോ കളറിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓരോ കളറും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അടിവശത്ത് ഇതുപോലെ നമ്മൾ നോർമലായിട്ടൊരു കെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു 3 ഡിസൈൻ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫും കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗ്രീനും വൈറ്റും കളറാണല്ലോ എടുത്തത്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത ലീഫിൻ്റെ ആ ഒരു ഭാഗമൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി മാർക്ക് ചെയ്തതാണ്.
അപ്പോൾ നമുക്ക് ലീഫ് കൊടുക്കുന്നതിന് കറക്റ്റ് അളവൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഏതൊക്കെ ഭാഗം നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുത്താൽ മതി. ഫ്രഞ്ച് നോട്ടിന് കൊടുക്കാൻ വേണ്ടി എടുത്ത അതേ രീതിയിൽ തന്നെയാണ് ലീഫിന് വേണ്ടിയും ത്രെഡ് എടുത്തിട്ടുള്ളത്. ലീഫ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫുള്ള് ലീഫും ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഫ്ലവറിനും ഇതേ രീതിയിൽ തന്നെ ലീഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ ലീഫിനും ത്രെഡ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമാണ് ഓരോ ലീഫും ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സ്ലീവും ഇതേ രീതിയിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു 3 പീസും നമ്മൾ ജോയിൻ്റ് ചെയ്ത് ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. സ്ലീവ് നമ്മൾ ബോഡി പീസിൽ ജോയിൻ്റ് ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ അളവിനനുസരിച്ച് സാധാരണ നോർമൽ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ അടിവശവും കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ചിങ് ഒക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ അറ്റത്ത് ആ ഒരു സെൻറ്റർ പീസിൽ ഇതുപോലെ ചെറുതായിട്ട് 2 സൈഡിലും ഒരുപോലെയാണ് ഫ്രില്ല് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ അതിൻ്റെ അറ്റത്ത് വരുന്ന ആ ഒരു പീസിൽ മാത്രം ക്യാൻവാസ് കൊടുത്ത് ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ ഒക്കെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത ശേഷമാണ് ഞാൻ കോളറിൻ്റെ സ്റ്റിച്ചിങ് കൂടി ചെയ്തെടുത്തത്. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടോപ്പിൻ്റെ ഈ അടിവശത്ത് വരുന്ന ഒരു സ്റ്റിച്ചിങ് ഞാൻ 4 ഇഞ്ച് വീതിയിലാണ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.